ഹൃദയാരോഗ്യ ചികിത്സ നടക്കുന്ന സർക്കാർ കാത്ത് ലാബുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലേക്ക്. കോടികളുടെ കുടിശ്ശികയെ തുടർന്ന് മെഡിക്കൽ ഉപകരണങ്ങളുടെ വിതരണം ഏജൻസികൾ നിർത്തിവെച്ചതാണ് കാരണം. തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകൾ അടക്കം 21 പ്രധാന സർക്കാർ ആശുപത്രികളിലേക്ക് ഉപകരണങ്ങൾ നൽകിയതിന് 158 കോടി രൂപയാണ് വിതരണ ഏജൻസികൾക്ക് ലഭിക്കാനുള്ളത്. മെഡിക്കൽ ഉപകരണങ്ങൾ ലഭിക്കാതെ വന്നതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആൻജിയോപ്ലാസ്റ്റി നിർത്തിവെച്ചതോടെയാണ് സംസ്ഥാനത്തെ സർക്കാർ കാത് ലാബുകളുടെ പ്രതിസന്ധി വ്യക്തമാകുന്നത്. തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കോഴിക്കോട് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ 21 സർക്കാർ ആശുപത്രികൾ 158.68 കോടി രൂപയാണ് വിതരണ ഏജൻസിക്ക് നൽകാനുള്ളത്. ഏറ്റവും കൂടുതൽ തുക നൽകാനുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്, 35 കോടി രൂപ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 29.56 കോടി, ആലപ്പുഴ മെഡിക്കൽ കോളേജ് 12.24 കോടി, കോട്ടയം 21.74 കോടി, എറണാകുളം ജനറൽ ആശുപത്രി 13.74 കോടിയും കുടിശ്ശികയുണ്ട്. നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും കുടിശ്ശിക തീർക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് വിതരണം നിർത്തിവെച്ചതെന്ന് വിതരണ ഏജൻസി പറയുന്നു. നമ്മൾ ഓഗസ്റ്റ് മാസം സാധാരണഗതിയിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഒരു 60 കോടി 70 കോടി വെച്ചിട്ട് ഉണ്ടാവാറുണ്ടായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 160 കോടിയോളം ഈ പറഞ്ഞ 21 ഗവൺമെന്റ് കാത്ത് ലാബ്സിന് പെൻഡിങ് വരുന്നത്. നമ്മൾ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ഇതിനെ ബന്ധപ്പെട്ട് ലെറ്റർ കൊടുക്കുകയും ഇതിന്റെ ബുദ്ധിമുട്ട് അറിയിക്കുകയും ചെയ്തിരുന്നു. അപ്പം എത്രയും പെട്ടെന്ന് പൈസ തരാമെന്നുള്ളൊരു ഉറപ്പാണ് കിട്ടിയിരുന്നെങ്കിൽ. പക്ഷേ അത് ഇപ്പം ഏകദേശം ഇന്നിപ്പം 29 ദിവസമായി, ഇതുവരെ നമുക്ക് പേയ്മെന്റ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം ഇങ്ങനെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ 1 മുതൽ നമ്മൾ എല്ലാ കാത്ത് ലാബിലും സപ്ലൈ കൊടുക്കാനുള്ള അക്സസറീസ് നമ്മളെടുത്തില്ല. കാരണം കമ്പനികൾ എമൗണ്ട് കൊടുക്കാത്തത് കൊണ്ട് അവർ നമുക്ക് സ്റ്റോക്ക് തരുന്നില്ല. പണം കിട്ടാതെ വന്നാൽ സെപ്റ്റംബർ 1 മുതൽ വിതരണം പൂർണ്ണമായും നിർത്തിവെക്കാനാണ് തീരുമാനം. ഇത് കാത് ലാബുകളുടെ പ്രവർത്തനത്തെ പ്രതിസന്ധിയിലാക്കും. പ്രശ്നപരിഹാരത്തിന് സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.